ഹലോ മാന്യരെ, നിക്ഷേപകരും വ്യാപാരികളും. പദ്ധതി ബന്ധപ്പെട്ടിരിക്കുന്നു കഴുത് കോർപ്പറേഷനെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. കുറച്ചുകൂടി മുന്നോട്ട് ഞങ്ങൾ ഓരോ സൂചകവും കൂടുതൽ വിശദമായി പരിശോധിക്കും. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ നിർത്താം. കോർപ്പറേഷന്റെ എല്ലാ പാരാമീറ്ററുകളും കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു. ഇനി നമുക്ക് കമ്പനിയുടെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ വിശകലനം ചെയ്യാം. അവലോകനം 2025 ഓഗസ്റ്റ് 4 വരെയുള്ള നിലവിലെ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വർഗീകരണം വഴി ഗുരുക്കകലത കമ്പനി മെലനിത കോർപ്പറേഷൻ ഉപവിഭാഗത്തിൽപ്പെടുന്നു. ടാഗ ആൻഡ് എമത ധനകേത് 94 കമ്പനികളാണ് മൂല്യനിർണ്ണയത്തിൽ പങ്കെടുക്കുന്നത്. കമ്പനിയുടെ മൊത്തത്തിലുള്ള സ്കോർ 10 പോയിന്റിൽ 1 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ 1.8 പോയിന്റാണ്. നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള ഓഹരി വിപണിയുടെ ചട്ടക്കൂടിനുള്ളിൽ മൊത്തം സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി സ്കോർ 1.7 പോയിന്റാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. കമ്പനിയുടെ 1 പോയിന്റിന്റെ റേറ്റിംഗിനെതിരെ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു മണലിത കോർപ്പറേഷൻ ഉപവിഭാഗം കമ്പനികളും. കഴിഞ്ഞ 12 മാസമായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണുന്നു. മണലിത കോർപ്പറേഷൻ മൈനസിന്റെ ചലനാത്മകത കാണിച്ചു 5.1%. ഉപവിഭാഗത്തിലെ വില ചലനാത്മകതയ്ക്കെതിരെ -5.6%. കമ്പനിയുടെ വിപണി മൂലധനം മരലിത മെഡ് മൂല്യം $310 കൂടെ 2 സെന്റ് ബില്യൺ. ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം $1787 ബില്യൺ ആണ്. കമ്പനിയുടെ പുസ്തക മൂല്യം $174.86 ബില്യൺ ആണ്. ഉപവിഭാഗത്തിന്റെ മൂലധനം $1263 ബില്യൺ ആണ്. വിപണിയുടെയും പുസ്തക മൂല്യത്തിന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനിപ്പറയുന്നവ കാണാൻ കഴിയും. അധിനിവേശ വിഹിതം മരനിത മിലിയൻ ഉപവിഭാഗത്തിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വിലയിരുത്തൽ 17.352%. പുസ്തകത്തിന്റെ മൂലധനം 13.85%. ഉപവിഭാഗത്തിൽ ഓർഗനൈസേഷന്റെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ മോശം -1 പോയിന്റ്. വിശകലനം ചെയ്യുന്ന സ്ഥാപനത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ $34 കൂടെ 97.8 ബില്യൺ ആണ്. ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ സാമ്പത്തിക ബാധ്യതകൾ കമ്പനിയുടെ മൂലധനത്തിന്റെ 20%. കമ്പനിയുടെ ഡെറ്റ് ലെവൽ വിലയിരുത്തൽ നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ വിപണി മൂല്യവും വരുമാന അനുപാതവും 22.6 ആണ്. 15.4 എന്ന ഉപവിഭാഗത്തിന്റെ ശരാശരി. ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി വിലയും ലാഭവും തമ്മിലുള്ള അനുപാതത്തിന്റെ വിലയിരുത്തൽ മോശം -1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം $13,718 മില്യൺ ആണ്. അടുത്ത 12 മാസത്തേക്കുള്ള ഭാവി വരുമാനം $19,422 മില്യൺ ആയി കണക്കാക്കുന്നു. ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭത്തിന്റെ സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും 1.7 ആണ്. ഉപവിഭാഗത്തിന്റെ ശരാശരി 0.9 ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിനിമയ മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തുക ടോയ്ലറ്റ് -0.5 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $187.72 ബില്യൺ ആണ്. അടുത്ത 12 മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം $242.860 മില്യൺ ആണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന വോള്യങ്ങളുടെ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. വിൽപ്പന മാർജിൻ 7.3%. ഉപവിഭാഗത്തിന് ശരാശരി 5.6%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ
നല്ലത് 0.5 പോയിന്റ്. ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 6.871%. ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 153% കുറവാണ്. കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം $6,843,000. ഉപവിഭാഗത്തിന് ഇത് $2,710,000. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ മൂല്യനിർണ്ണയം പാസാബിൾ 0 പോയിന്റ്. കമ്പനിയുടെ ഒരു ജീവനക്കാരന്റെ ലാഭം $302,800. ഉപവിഭാഗം ശരാശരി $176,500. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ വരുമാനത്തിന്റെ വിഹിതം $4,144,000. ഉപവിഭാഗം $3,153,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ വരുമാനത്തിന്റെ വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്. ഉപവിഭാഗ ശരാശരിയായ 2.6%വുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പനയ്ക്കുള്ള ഓഹരികൾ 2.9%. സൂചകം YD14 കമ്പനിക്ക് 51% ലെവൽ കാണിക്കുന്നു. മണലിത കോർപ്പറേഷൻ. ഉപവിഭാഗത്തിന് YD ലെവൽ 14 ഏകദേശം 48%. കമ്പനിയുടെ യഥാർത്ഥ സ്റ്റോക്ക് മൂല്യനിർണ്ണയം ഏകദേശം $151. കമ്പനിയുടെ ഓഹരികൾക്കുള്ള സമവായ വില ഏകദേശം $165. നിങ്ങൾക്ക് ലഭ്യമായ ഓർഡർ ടേബിൾ നോക്കാം. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. ഈ സീസണിലെ മൂല്യനിർണ്ണയ വിവരങ്ങളുടെയും റഫറൻസ് സിസ്റ്റത്തിന്റെയും പൊതുവായി അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഗുരുക്കാലത് ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. സ്റ്റോക്ക് വിശകലനത്തിന്റെ ഫലങ്ങൾ അടിസ്ഥാനമാക്കി എളിഡർമിനി സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരുക്കാലത് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഓർഡർ തുറക്കരുത്. ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും നന്ദി. ഗുരുക്കാലത്.